ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വരുന്ന ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചെല്ലാമാണ് പറയുന്നത്. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇതിൽ ഒരുപാട് പോളിസി ചേഞ്ചസ് എല്ലാം വരാറുണ്ട്. പലതും ചില ചാനലുകൾക്കെല്ലാം ഇതെല്ലാം ദോഷമായി വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പോളിസിയെല്ലാം യൂട്യൂബ് പല കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി അതുപോലെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതെല്ലാം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയെല്ലാമാണ് ഇത്തരത്തിൽ ഈ ഒരു പുതിയ അപ്ഡേറ്റ് എല്ലാം കൊണ്ടുവരുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ എല്ലാം ഒരുപാട് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കിയിരുന്ന ചാനലുകളെയെല്ലാം പുതിയ പോളിസികളെല്ലാം വരുമ്പോഴെല്ലാം എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോളിസി ഇത് ഒരുപാട് ചാനലുകളെ വളരെയധികം എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയെല്ലാം ഉള്ള ഒരു പോളിസി എല്ലാമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പോളിസി എന്നെല്ലാം നമുക്ക് നോക്കാം. യൂട്യൂബ് ഈസ് അപ്ഡേറ്റിംഗ് ഇറ്റ്സ് പാർട്ട്ണർ പ്രോഗ്രാം മോണിറ്റൈസേഷൻ പോളിസീസ് ഓൺ ജൂലൈ 15, 2025 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ചെറിയ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ മാറ്റം വരുന്നത്? മാസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടന്റിൽ നമ്മൾ റിപ്പീറ്റേറ്റീവായി കണ്ടന്റ് എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് നോക്കുകയാണെങ്കിൽ അതുപോലെ AI ജനറേറ്റഡ് വീഡിയോസ്, ഇവിടെ സ്പെസിഫിക് ആയി കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് റിയാക്ഷൻ വീഡിയോസ്, കോമ്പിലേഷൻ വീഡിയോസ് ആൻഡ് AI ജനറേറ്റഡ് കണ്ടന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് ഒരുപാട് റിപ്പീറ്റേറ്റീവായ കണ്ടന്റ് എല്ലാം വരികയാണെങ്കിൽ ഇതെല്ലാം തന്നെ വ്യൂവേഴ്സിന് ബോറടിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന് പിന്നീട് ദോഷമുണ്ടാക്കുമെന്നത് തിരിച്ചറിവിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എല്ലാം തന്നെ ഇങ്ങനെയെല്ലാം വരുന്നത് ആ ഒരു ചാനലിന് ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് മോണിറ്റൈസേഷൻ പോളിസി എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നു എന്നറിയിക്കുന്നത്. അതായത് നമുക്ക് ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ ചില ഷോർട്സിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില പാറ്റേൺ എല്ലാം തന്നെ, അതായത് ഒരു ടെംപ്ലേറ്റ് എല്ലാം തന്നെ അവർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് 1, 2, 3, 4 ഇങ്ങനെ ഗ്രേഡ് എല്ലാം കൊടുത്ത് ഇത് നോക്കുകയാണെങ്കിൽ അവരൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് അതിലേക്ക് ഈ വീഡിയോ പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരേ വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഒട്ടുമിക്ക വീഡിയോയിലും ഈ ഒരു ടെംപ്ലേറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴെല്ലാം കാണുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാറ്റം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇത് ഫേസ്ലെസ് ചാനലുകളെ എല്ലാം ആണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഇവിടെ പറയുന്നുണ്ട് മാസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഇനി ക്രിയേറ്റേഴ്സ് ഷുഡ് പ്രൊഡ്യൂസ് ഒറിജിനൽ ഓതന്റിക് കണ്ടന്റ് ആർ എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ തന്നെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്ത് യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ നേരത്തെ ഉള്ള ആ ഒരു പോളിസിയിൽ എന്തെങ്കിലും മാറ്റമെല്ലാം വരികയാണെങ്കിൽ അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം നേരത്തെ ചെയ്തിരുന്നവർക്കും ഈ ഒരു പോളിസി ചേഞ്ചസ് എല്ലാം മാറ്റം വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില ചേഞ്ചസ് എല്ലാം ആയിരിക്കും. കാരണം നമ്മൾ ഇത് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ചേഞ്ചസ് എല്ലാം വരുമ്പോൾ ആ ഒരു ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ എല്ലാം തന്നെ അത് ബാധിക്കാനെല്ലാം വഴിവരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാറ്റത്തിനനുസരിച്ച് ചേഞ്ചസ് എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരിക. കാരണം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഉറപ്പായി ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം പലപ്പോഴും ഈ ഒരു പോളിസി ചേഞ്ചസ് എല്ലാം വരാം. അതിനാൽ തന്നെ ആ ഒരു പോളിസിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തേണ്ടതും. ചില കാര്യങ്ങളെല്ലാം ഇത് എഗെയിൻസ്റ്റ് ആയി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യേണ്ടതും അതുപോലെ അതെല്ലാം തന്നെ പിന്നീട് നമ്മൾ ആ ഒരു ടെംപ്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയ വീഡിയോസ് ഒന്നും നമുക്ക് യൂട്യൂബിൽ പിന്നീട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഹെവിലി റീയൂസ്ഡ് കണ്ടന്റ് അതുപോലെ ഈ AI യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ഇങ്ങനെയെല്ലാം കാണുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഇത് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് ബോറടിക്കാനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ അധികം കോമ്പറ്റീഷനെ തന്നെ ബാധിക്കാനുള്ള ഒരു കാര്യമെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടെല്ലാം ആയിരിക്കാം ഈ ഒരു കാര്യം ഇപ്പോൾ യൂട്യൂബ് എടുത്തു പറയുന്നത് ഒറിജിനൽ ആൻഡ് ഓതന്റിക് കണ്ടന്റ്സ് ആർ എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് എല്ലാ ഷോർട്സ് ചാനലുകളെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള റിയാക്ഷൻ ചാനലുകളെയും ബാധിക്കുമെന്നല്ല പറയുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു എഫേർട്ട് എല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചുള്ള ഷോർട്സ് വീഡിയോസ് അല്ലെങ്കിൽ ചാനലെല്ലാം ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു പ്രോബ്ലം ഒന്നും ഫേസ് ചെയ്യാനുള്ള സാധ്യത എല്ലാം കുറവാണ്. എങ്കിൽ കൂടി നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു പോളിസി എല്ലാം വന്ന സ്ഥിതിക്ക്
നമ്മൾ റിയാക്ഷൻ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ റിപ്പീറ്റേറ്റീവായി എന്തെങ്കിലും കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും റിമിക്സ് ചെയ്യുമ്പോഴെല്ലാം ഈ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം ഒരുപാട് യൂസ് ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ AI ജനറേറ്റഡ് കണ്ടന്റ് ആണെങ്കിൽ കൂടി ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പുതിയ അപ്ഡേറ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. എന്തായാലും യൂട്യൂബിൽ വലിയൊരു ചേഞ്ചസ് എല്ലാം വരുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അതുപോലെ ഇവിടെ ഫോക്കസ് ഓൺ ഒറിജിനാലിറ്റി എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. ക്രിയേറ്റേഴ്സ് ടു പ്രൊഡ്യൂസ് ഒറിജിനൽ ആൻഡ് ഓതന്റിക് കണ്ടന്റ് റാദർ ദാൻ റിലയിങ് ഓൺ റീയൂസിങ് ഓർ റിമിക്സിങ് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നത് നമ്മൾ അധികവും ഈ റീയൂസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ റിമിക്സ് ചെയ്തിട്ടുള്ള കണ്ടന്റിലെല്ലാം പോകുന്നത് അത്തരത്തിലുള്ള ചാനലുകൾക്ക് ഒരു നെഗറ്റീവായ ഒരു മെസ്സേജ് എല്ലാമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചാനലുകൾക്ക് എത്രത്തോളം മോണിറ്റൈസേഷൻ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇതിനെല്ലാം തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് എല്ലാം ആയിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ ഈ ഒരു ചേഞ്ചസ് എല്ലാം നിങ്ങളുടെ ചാനലിൽ, കാരണം നമ്മൾ എപ്പോഴും യൂട്യൂബിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചേഞ്ചസിനനുസരിച്ച് നമ്മൾ കൂടി മാറുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്